മലയാറ്റൂരിൽ നിന്ന് കാണാതെ പോയ ചിത്രപ്രിയ എന്ന 19 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് ചിത്രപ്രിയയെ കാണാതെ പോയത്. 4-ാം ദിവസം ചിത്രപ്രിയയുടെ അഴുകിയ മൃതദേഹം കണ്ടെത്തി. ബാംഗ്ലൂര് പഠിക്കുകയാണ് ചിത്രപ്രിയ. 19 വയസ്സേ ഉള്ളൂ. അവിടെ ഏവിയേഷൻ ബിരുദത്തിന് പഠിക്കുകയാണ്. ബാംഗ്ലൂരിൽ നിന്ന് അവിടെ തന്നെ താമസിച്ച് പഠിക്കുന്നതാണ്. ആ കുട്ടിക്ക് നാട്ടിലെ അലൻ എന്ന് പറഞ്ഞൊരു പയ്യനുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. അയാൾ ഡ്രഗ്സ് അടിക്കുന്നവനും മദ്യപാനിയൊക്കെയാണ്. 19-കാരിയായ സുന്ദരിയായ ഈ പെൺകുട്ടി ഈ അലനുമായിട്ട് ലോഹ്യമായിരുന്നു നാട്ടിൽ എന്ന് പറയുന്നു. ഏതായാലും ബാംഗ്ലൂർ പഠിക്കാൻ പോയി. അതിനുശേഷം അവിടെ ഒരു പയ്യനുമായിട്ട് അടുപ്പമായെന്നാണ് കരുതുന്നത്. ആ പയ്യനുമായിട്ടുള്ള ഫോട്ടോ ചിത്രപ്രിയയുടെ മൊബൈലിൽ കാണപ്പെട്ടു. അത് ഇയാൾ കണ്ടെത്തി. അലൻ കണ്ടെത്തിയ ശേഷം വൈരാഗ്യമായി. അങ്ങനെ ഈ അലനുമായിട്ടുള്ള പ്രശ്നത്തിൽ വീട്ടുകാർക്കത് അറിയായിരിക്കണം, അലനുമായിട്ടുള്ള അടുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. അമ്മ ഷിനി എന്ന് പറയുന്ന അവർ കാറ്ററിംഗ് സ്ഥാപനത്തിലൊരു ജീവനക്കാരിയാണ്. ഏതായാലും പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിൽ ബാംഗ്ലൂരിലൊരു പയ്യനുമായിട്ട് ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ ഇയാൾ കണ്ടു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള മൊബൈലിലുള്ളത് രണ്ടു കൂട്ടരും പരിശോധിക്കുമായിരിക്കും, ഈ സ്നേഹവും പ്രേമവും ഒക്കെ വന്നു കഴിഞ്ഞാൽ. എന്തായാലും അയാൾ കണ്ടിരിക്കുന്നു ബാംഗ്ലൂർ ഇവർ പഠിക്കുന്ന സ്ഥലത്തൊരു പയ്യനുമായിട്ടുള്ള ഫോട്ടോ വന്നു. അതോടുകൂടി സംശയമായി അങ്ങനെയായിരിക്കും വീട്ടിൽ നിന്ന് കടത്തിക്കൊണ്ട് പോയത്. ഏതായാലും ഇപ്പം വീടിന് ഏകദേശം 2 കിലോമീറ്റർ അകലെ മലയാറ്റൂരുള്ള അവിടെ മണപ്പാട്ട് ചിറക്കൽ എന്ന സ്ഥലത്ത് അവിടെ സെബിയൂർ എന്ന ഒരു ഒഴിഞ്ഞ റബ്ബർ തോട്ടം, ആ റബ്ബർ തോട്ടത്തിലാണ് ഈ പെൺകുട്ടിയുടെ മൃതദേഹം ഇപ്പം കണ്ടത്. കഴിഞ്ഞ ശനിയാഴ്ച വീട്ടിൽ നിന്ന് പോയതാണ്. ഇന്നലെ കണ്ടു. 4 ദിവസം പഴക്കമുണ്ട് ബോഡിക്ക്. പെൺകുട്ടിയുടെ തലയിലൊരു മാരകമായ മുറിവുണ്ട്. ഏതായാലും സൂത്രത്തിൽ വിളിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ടുപോയി കൊന്നു കളഞ്ഞതാണ് എന്നാണ് ഇപ്പം തോന്നുന്നത്. പെൺകുട്ടിയുടെ കാലിൽ പരിക്കുണ്ട്. വലിച്ചിഴച്ചതായിരിക്കണം. 2 കാലിനും പരിക്കുണ്ട്. അതെങ്ങനെ സംഭവിച്ചതെന്ന് ഇയാൾ പറയേണ്ടി വരും. അലന് എന്തായാലും പോലീസ് കസ്റ്റഡിയിലാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ആ മൊബൈലിനകത്ത് തന്നെ കൃത്യമായിട്ട് അലൻ്റെ ഫോട്ടോയുണ്ട്. ബാംഗ്ലൂരുള്ള ഇപ്പോഴത്തെ അടുപ്പക്കാരനായ പയ്യൻ്റെയും ഫോട്ടോ ഉണ്ട്. ഇത് തന്നെ ആയിരിക്കണം ഈ വൈരാഗ്യത്തും ഉണ്ടാകാൻ കാരണം. കൊലപാതകത്തിലേക്ക് നയിച്ചത് ഇത് തന്നെ ആയിരിക്കും എന്നാണ് കരുതുന്നത്. എന്തായാലും വീട്ടുകാരറിയാതെ അവിടുന്ന് പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി ഈ റബ്ബർ തോട്ടത്തിൽ അവിടുന്ന് 2 കിലോമീറ്റർ അകലെ കൊണ്ടുപോയി കൊന്നിട്ട് അവിടെ വെച്ച് ഇയാൾ ചോദ്യം ചെയ്ത് പെൺകുട്ടിയെ പകരം തീർത്ത് തലക്കിട്ട് കല്ലുകൊണ്ട് ഇടിച്ചതാകാനാണ് സാധ്യത. പോസ്റ്റ്മോർട്ടത്തിൽ ഇപ്പോൾ അതിൻ്റെ വിവരങ്ങൾ വരും. എന്നാലും തലയിലാണ് മാരകമായ പരിക്ക് കാണപ്പെട്ടത്. രക്തം വാർന്നൊലിച്ച് അവിടെ മരണപ്പെട്ട് കിടന്നു. മൃതദേഹത്തിന് 3-4 ദിവസം പഴക്കമുണ്ട്. എന്തായാലും അവിടെ ഈ സംഭവത്തിന് ശേഷം അയാൾ അവിടെ നിന്ന് കടന്നു കളഞ്ഞു. ഇത് വെളിയിൽ പറഞ്ഞില്ല. മൃതദേഹം അവിടെ അബദ്ധവശാൽ കണ്ടതുകൊണ്ട് ഭാഗ്യം, ഇല്ലെങ്കിൽ ചീഞ്ഞഴുകി അവിടെ കിടന്നു കളഞ്ഞേനെ. കാരണം വിജനമായ ആ സ്ഥലത്ത് മറ്റു മൃഗങ്ങളുണ്ടെങ്കിൽ അത് ഭക്ഷിച്ച് ചിലപ്പോൾ മിച്ചമൊന്നും കാണില്ല. പെൺകുട്ടികൾ എങ്ങനെയാണ് ഇയാളോടൊപ്പം ആ റബ്ബർ തോട്ടത്തിലേക്ക് പോയെന്ന് മനസ്സിലാകുന്നില്ല. ചതി ആണല്ലോ എല്ലായിടത്തും. അത് മനസ്സിലാക്കാത്തത് എന്തെന്ന്, അവരുടെ വീട് വിട്ട് അല്ലെങ്കിൽ സ്കൂൾ വിട്ട് അല്ലെങ്കിൽ കോളേജ് വിട്ടിട്ടുള്ള ഒരു ബന്ധം, അവിടുന്ന് അവർ സൂത്രത്തിൽ ഇവരിങ്ങനെയുള്ളവർ വിളിച്ചുകൊണ്ട് പോയി മാരകമായി പരിക്കേൽപ്പിക്കും, ചിലപ്പം കൊലപ്പെടുത്തും. അവർക്കെപ്പോഴും സംശയമാണ്. പ്രത്യേകിച്ച് അലൻ ഒരു ഡ്രഗ്സ് അടിക്കുന്ന ഒരു പയ്യനാണ്. എന്തായാലും ബാംഗ്ലൂർ പഠിക്കുന്ന ആ പെൺകുട്ടിക്ക് അവിടെ ഒരു ബന്ധം ഉണ്ടായത് ഒരു സംശയം വന്നു. നാട്ടിൽ വെച്ച് അവളെ സൂത്രത്തിൽ വിളിച്ചുകൊണ്ട് പോയി അവളെ മർദ്ദിച്ച്, അതിനുശേഷം അയാൾ ഡ്രഗ്സിലായിരുന്നുകൊണ്ട് തലക്കിട്ട് കല്ല് വെച്ച് ഇടിച്ച് ആ കുട്ടിയെ കൊന്നു. 19 വയസ്സുകാരിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. 3-4 ദിവസമായിട്ട് മാതാപിതാക്കൾ ആ പെൺകുട്ടിയെ തപ്പി നടക്കുമായിരുന്നു. മലയാറ്റൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഡെഡ് ബോഡി ഇപ്പം കണ്ടെത്തി. അലനെ ഇപ്പം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്.